എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ ഒരു ഡാൻസ് ബേസ്ഡ് ആയിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമ ഇറങ്ങുന്നത്. നമുക്കറിയാം ഹിന്ദിയിൽ പ്രഭുദേവയുടെ ABCD ഉണ്ട്. ഏകദേശം ആ ഒരു ജോൺറയിൽ വരുന്ന ഒരു ഫിലിം ആണെന്നാണ് തോന്നുന്നത് മൂൺ വാക്കർ. ലിജോ ജോസ് പള്ളിശ്ശേരിയും ലിസ്റ്റൻ സ്റ്റീഫനും ഒക്കെയാണ് പ്രൊഡക്ഷൻ സൈഡിലുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ വെക്കാവുന്ന ഒരു സിനിമ തന്നെയാണ്. ആദ്യം നമുക്ക് ഈ ഫിലിമിന്റെ ട്രെയിലർ കാണാം, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. പടയോട്ടത്തിൽ കാസ്റ്റ് മാറ്റിയിട്ട് മൈക്കിൾ ജാക്സൺ ട്രില്ലർ ഇടുന്നു. ഡാൻസ് എൻതൂസിയാസ്റ്റിസ് ലിജോ ജോസ് പള്ളിശ്ശേരി പ്രസൻസ്. അവന്റെ മുടിയുണ്ടോ സ്ലാങ്ങല്ലേ എന്റെ അമ്മ? പക്ഷെ അളിയ ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്തില്ല അവന്മാർ. അത് നമ്മുടെ ഡിക്കിക്ക് അറിയാം. അവന്റെ താക്കോലെടുത്തു, അവന് ജെന്നിയാണ്. പിന്നെ ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കാനുള്ള മാസ്റ്റർമാരുണ്ടല്ലോ. എന്തേ ഷിബു നിനക്ക് പ്രേമോ? 80s 90s കാലത്ത് നടക്കുന്നതാണ്. നെല്ലിന് പൊടിപ്പിക്കാൻ കൊണ്ട് നിർത്തിയാണ് ഇപ്പൊ പിള്ളേരുടെ തുള്ളാൻ നടക്കണം. ഇത് പാപ്പി പഠിക്കണ പിള്ളേരാണ് എല്ലാവരും മുടിയൊക്കെ വെട്ടി ഡീസന്റ് ആയിട്ട് നടക്കണം. മുടിയും വളർത്തി കാലിന്റെ ബൈക്ക് കൊടുത്ത് വെച്ചുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. പഠിക്കണ പിള്ളേരാണ്, 4 അക്ഷരം പഠിച്ച് രക്ഷപ്പെടാൻ. സിറ്റിയിലെ പിള്ളേരുടെ ചാട്ടം പറയുന്ന പോലെ അല്ല. സ്ലാങ് ചെങ്കൽച്ചൂളയിലെ ചെത്താണ്. നീ അവന്മാരെ ഡാൻസ് അവന്മാരെ ടൈമിങ്ങും പ്രൊഫഷനും ഒക്കെ ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ തന്നെ ചെയ്യണമെങ്കിൽ അവന്മാരെ പോലെ അല്ല, അതിനപ്പുറം ചെയ്യണം. I can see acid rain. Still, I want to dance. I want to dance dangerously. Presenting moonwalkers, dancing dangerously. നമ്മൾ മത്സരിക്കാൻ വന്നല്ല, ജയിക്കാൻ വന്നളിയാ. വിനോദേഷ് ഫിലിം. അപ്പോൾ ലിജോ ജോസ് പള്ളിശ്ശേരി പ്രസന്റ് ചെയ്യുന്ന മൂൺ വാക്കേഴ്സ് ഒരു വൈബ് പടമാണെന്ന് തോന്നുന്നു. ഏകദേശം 80s 90s സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി അടിക്കുന്നു. എൻ്റെ കൊച്ചിലെ ആ സ്കൂൾ സമയത്തും +2 സമയത്തും ഒക്കെ നടന്നിട്ടുള്ള ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ ചെങ്കൽച്ചൂടിൽ ഇടയ്ക്ക് വെച്ച് വൈറലായ കുറച്ച് ബോയ്സ് ഉണ്ടല്ലോ ഡാൻസിന്റെ, അവരുടെ ചെറിയൊരു റെഫറൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫുൾ ഡാൻസിന് അവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവര് ഒരു സാധാരണ സിനിമയിൽ പറയുന്ന പോലെ പൈലുകള് ഡാൻസിനോട് അത്ര സ്നേഹത്തോടെ ഡാൻസ് കളിക്കണമെന്ന് ആഗ്രഹത്തോടെ ജീവിക്കുന്ന കുറച്ച് പയ്യന്മാര് കുറച്ചു കാലം മുന്നേക്ക് ഇവിടെ നമുക്ക് അങ്ങനെ പിള്ളേരെ കാണാൻ പറ്റും. ഇടയ്ക്ക് പിന്നെ നമ്മുടെ 90s പിള്ളേരുടെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ബ്രേക്ക് ഡാൻസ്, സ്നേക്ക്, ആ ഒരു സമയത്തെ സ്റ്റൈലും ടൈപ്പ് ഓഫ് ഡാൻസിങ്ങും ഒക്കെ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇങ്ങനെ ഒരു ടൈപ്പ് സിനിമ മലയാളത്തിൽ ഇത് ആദ്യമായിട്ട് തന്നെയായിരിക്കും കേട്ടോ. ഒരുപാട് പേരൊന്നും മലയാളത്തിൽ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. എനിക്ക് തോന്നുന്നു മലർവാടി ആർട്സ് ക്ലബ്ബിൽ കുറച്ച് ട്രിവാൻഡ്രം സ്ലാങ് കൊടുത്ത് ഒരു ഡാൻസ് ഫിലിം ആക്കി അങ്ങനെ ഇരിക്കും. അതായിരിക്കും മിക്കവാറും ഇത്. എന്തായാലും ഒരു വെറൈറ്റി സാധനം, നമ്മളെ കുറച്ച് നൊസ്റ്റാൾജി അടിപ്പിക്കാനും ചിരിപ്പിക്കാനും കുറച്ച് ഇമോഷണലി അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും ഒക്കെ പറ്റിയൊരു സിനിമയാണെന്ന് തോന്നുന്നു. എന്തായാലും മൂൺ വാക്കേഴ്സ് സ്റ്റേജിൽ അടിച്ച് പൊളിക്കട്ടെ, ഹിറ്റ് ആവട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്നാലേ ഇതുപോലുള്ള വെറൈറ്റി സിനിമകൾ മലയാളത്തിൽ വരുള്ളൂ. സോറി, മൂൺ വാക്കേഴ്സ് അല്ല, മൂൺ വാക്കാണ് ഫിലിമിന്റെ പേര്. ഞാൻ ആ ഒരു വൈബിലായപ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് മൂൺ വാക്കേഴ്സ് എന്ന് വിളിച്ചു പോയതാണ്. May 23 ഈ സിനിമ ഇറങ്ങുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഈ ഫിലിം ഞാൻ ഫസ്റ്റ് പോയി കണ്ടിരിക്കുക, റിവ്യൂ ഇടും. ഇതുപോലുള്ള ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് അനൂപ്. താങ്ക് യു.